പ്രിയ കുടുംബാംഗങ്ങളെ, നവരാത്രിയുടെ 9 ദിവസങ്ങളും ആ പരാശക്തിയുടെ 9 ഭാവങ്ങളിലായിട്ടാണ് ഭക്തജനങ്ങൾ ആരാധിക്കുന്നത്. ഓരോ ദിവസത്തെ ഭാവത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അത് നമ്മൾ കൃത്യമായി പഠിച്ച് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാകും. മറ്റുള്ളവർ അസൂയയോടുകൂടി നോക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിത നിലവാരം ഉയരും എന്നർത്ഥം. അപ്പോൾ 5-ാമത്തെ ദിവസം ഈ പരാശക്തിയുടെ സ്കന്ദമാത എന്ന ഭാവത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത്. സ്കന്ദമാത. എന്താ സ്കന്ദമാത എന്ന് പറയാൻ കാരണം? വളരെയേറെ ശ്രദ്ധിക്കേണ്ടതൊരു വിഷയമാണ് കേട്ടോ. ഇടയ്ക്ക് ശ്രദ്ധ വിട്ടുപോരുത്. സ്കന്ദൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ്റെ പ്രത്യേകത എന്നാ? സുബ്രഹ്മണ്യന് മറ്റൊരു പേരാണ് ആറുമുഖൻ എന്നുള്ളത്. എന്ന് വെച്ചാൽ 6 മുഖങ്ങളാണ് സുബ്രഹ്മണ്യനുള്ളത്. അപ്പോൾ ഈ 6 മുഖമുള്ള സുബ്രഹ്മണ്യനെ മടിയിലിരുത്തിയിട്ട് തൻ്റെ വാഹനത്തിൻ്റെ മുകളിലിരിക്കുന്ന പരാശക്തിയുടെ ഭാവമാണ് ഈ സ്കന്ദമാത എന്ന് പറയുന്നത്. പറയാൻ മനസ്സിലായില്ല? പരാശക്തിയുടെ മടിയിൽ ആരുണ്ട്? സുബ്രഹ്മണ്യൻ 6 മുഖത്തോടു കൂടി. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു ഭാവത്തിനെ നമ്മൾ സാധാരണക്കാരായ മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ ചിന്തിക്കേണ്ടത് നമ്മുടെ ഇപ്പം മകൻ അല്ലെങ്കിൽ മക്കൾ എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അവരോളം പ്രിയപ്പെട്ടതായിട്ട് ഭൂമിയിൽ മറ്റൊന്നും ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ സ്കന്ദൻ്റെ മാതാവായിട്ടുള്ള പരാശക്തിയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ നമ്മൾക്ക് മക്കളോടെന്ന പോലെ പ്രിയമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ നമ്മുടെ വരുതിയിലാക്കണം. എങ്ങനെ? ഒരു കുട്ടിയെ അമ്മ മടിയിലിരുത്തുമ്പോൾ ആ മകൻ അല്ലെങ്കിൽ മകൾ എങ്ങനെയാണോ ശാന്തമായിട്ടിരിക്കുന്നത്, ആ ഭാവത്തിൽ ഈ അമ്മക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആ 6 മുഖമുള്ള സ്കന്ദനെയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ 6 കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 6 കാര്യങ്ങൾ. ഈ 6 കാര്യങ്ങളെ ഒരു അമ്മ തൻ്റെ മടിയിൽ എങ്ങനെയാണോ തൻ്റെ മകനെ വരുതിയിലാക്കി ഇരുത്തുന്നത്, അതുപോലെ ഈ 6 കാര്യങ്ങളെ നമ്മൾ നമ്മുടെ വരുതിയിലാക്കി വെക്കുകയാണെങ്കിൽ ജീവിതത്തിൽ 100% വിജയമുണ്ടാകും എന്നാണ് പറയുന്നത്. 2 തരത്തിലാണ് ഈ 6 കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറയുന്നത്. ഒന്ന്, നമുക്കറിയാം ഷഡാധാരങ്ങളെക്കുറിച്ച്. 6 ആധാരങ്ങളുണ്ട്. ഈ ആധാരങ്ങളെ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ നമ്മൾക്ക് കഴിയണം. ഒരു കൊച്ചു കുട്ടീനെ ആ അമ്മ മടിയിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ ആ മടിയിൽ ആ കുട്ടി വളരെ ശാന്തമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി ആ അമ്മയ്ക്ക് അധീനമായി അല്ലെങ്കിൽ അമ്മയുടെ അധികാര പരിധിയിലാണ്, അല്ലെങ്കിൽ അമ്മയുടെ ശക്തിക്കുള്ളിൽ ഒതുങ്ങുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തിരമ്പി ഓടുകയല്ല. ഇവിടെ സ്കന്ദൻ എന്ന് പറയുന്ന ആ ബാലരൂപം വളരെ ഭവ്യതയോടുകൂടി ശാന്തമായിട്ട് അമ്മയുടെ മടിത്തട്ടിലിരിക്കുകയാണ്. അതുപോലെ നമ്മളുടെ 6 ആധാരങ്ങളെ, ഷഡാധാരങ്ങളെ നമ്മുടെ വരുതിയിലാക്കാൻ നമുക്ക് കഴിയണം. അതിലൊന്നാമതാണ് മൂലാധാരം എന്ന് പറയുന്നത്. മൂലാധാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അരക്കെട്ടിൻ്റെ താഴെയുള്ള ആ ഗുദത്തിൻ്റെയും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പറയുകയാണെങ്കിൽ ലിംഗത്തിൻ്റെയും യോനിയുടെയും മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് മൂലാധാരം എന്ന് പറയുന്നത്. അതിനെ നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരണം. രണ്ടാമത്തത്, അതിന് തൊട്ട് മുകളിലായിട്ടാണ് സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന ഒരു ആജ്ഞാചക്രമുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ലിംഗത്തിൻ്റെയും യോനിയുടെയും സ്ഥാനത്തിൻ്റെ പുറകിലായിട്ട്, തൊട്ടുപുറകിൽ, നേരത്തെ ഉള്ളതിൻ്റെ അല്പം ഉയരത്തിൽ, ഈ മൂലാധാരത്തിൻ്റെ അല്പം ഉയരത്തിൽ. മൂന്നാമതായിട്ടുള്ളത് മണിപൂരകം എന്ന് പറയുന്ന ആജ്ഞാചക്രമാണ്. ഈ മണിപൂരകം എന്ന് പറയുന്നത് നമ്മുടെ പൊക്കിളിൻ്റെ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ.
ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ട് പുറത്തെടുത്ത് കാണാൻ കഴിയില്ല. അതൊക്കെ ചില നഗ്നനേത്രങ്ങൾ കൊണ്ട് പോലും കാണാൻ പറ്റാത്ത അത്ര സൂക്ഷ്മമായിട്ടുള്ള കാര്യവുമാണ്. അത് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. അത് നമ്മളെയാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. അതിനെ ഇനി നമ്മൾ നിയന്ത്രിക്കണം എന്നർത്ഥം. അതിനുശേഷം നാലാമതായിട്ടുള്ളത് അനാഹതം എന്ന് പറയുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വയറിൻ്റെയും നെഞ്ചിൻ്റെയും ഇടയിലാണ് അനാഹതം എന്ന് പറയുന്ന ആജ്ഞാചക്രം കൂടിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതും കൂടി കഴിഞ്ഞാൽ അഞ്ചാമത്തത് വിശുദ്ധി എന്ന് പറയുന്നത് ഈ തൊണ്ടക്കുഴി ഇവിടെയാണ്, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും. ആറാമതായിട്ടുള്ളത് ആജ്ഞാചക്രമെന്ന്, അത് ഭ്രൂമധ്യത്തിൽ ഈ പുരികക്കുടിയിലൊക്കെ നടുക്കായിട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ വരുതിയിലാക്കണം, നമ്മുടെ നിയന്ത്രണത്തിലാക്കണം. നമ്മൾക്കറിയാം, നമ്മുടെ കൊച്ചു കുട്ടിയായിരിക്കുന്ന നമ്മുടെ മക്കളെ ചെറുപ്രായത്തിലെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ ടെൻഷനും വേണ്ട. അവർ നമുക്കൊരിക്കലും ശത്രുക്കളായി തീരില്ല. എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ നിന്ന് പിടിവിട്ടു പോയി അവരുടെ ഇഷ്ടാനുസാരണം അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ അവരെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അവർ കാരണം നമ്മുടെ ജീവിതം പോലും നാശത്തിലേക്കായി തീരും. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 6 ചക്രങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം കൃത്യമായ പരിശ്രമത്തിലൂടെ. അങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ കഴിയും. ഇതോടൊപ്പം മറ്റൊരു 6 കാര്യങ്ങൾ കൂടി പറയട്ടെ. അതും കൂടി നമ്മുടെ നിയന്ത്രണത്തിൽ വരികയാണെങ്കിൽ പൂർണ്ണമായി. എങ്ങനെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഈ 6 വികാരങ്ങളെ നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. അങ്ങനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുമ്പോഴാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞു കാമം എന്നാണ് പറഞ്ഞത്. കാമം എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹമാണ്. നമ്മുടെ നാശവും ആഗ്രഹത്തോടു കൂടിയാണ് ഉണ്ടാകുന്നത്. ആവശ്യമില്ലാത്ത പലതും നമ്മൾ ആഗ്രഹിക്കും. ആ ആഗ്രഹത്തിൻ്റെ പുറകെ നമ്മൾ പോകും. അത് നേടിയെടുക്കാൻ വേണ്ടി പലതും നമ്മൾ ചെയ്യും. ആ കാര്യങ്ങൾ നമ്മുടെ നാശത്തിലേക്ക് പോകും. ഒരു വിവാഹം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ ചിലപ്പോൾ ഭാര്യ പറയും, അപ്പുറത്തെ വീട്ടിൽ അതുണ്ടല്ലോ, അപ്പുറത്തെ വീട്ടിൽ ഇതുണ്ടല്ലോ, എനിക്കും അത് വേണമെന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പോഴെന്തെയും നമ്മളുടെ കാശില്ല. അപ്പോൾ ഭാര്യയുടെയോ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നമ്മളത് കടമായിട്ടും മറ്റു പലതുമായിട്ട് നമ്മൾ എടുത്തു എന്നിരിക്കട്ടെ. എന്താ ഇവിടെ പറ്റിയത്? ആ ഒരു കാമമാണ് നമ്മളിങ്ങനെ ചിന്തിച്ചത്. നമ്മളത് എടുത്തു, പണം അടക്കാൻ പറ്റാതെ നമ്മൾ കടം കയറി ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് വരെ പോകും. അപ്പോൾ ആദ്യം വേണ്ടത് വെച്ചാൽ നമ്മുടെ ആഗ്രഹത്തിന് കടിഞ്ഞാണിടണം. നമ്മളുടെ കൊക്കിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾക്കിത് ചെയ്യാൻ പറ്റുമോ, ഇതിൽ വിജയിക്കാൻ പറ്റുമോ, ഇത് നമ്മൾക്ക് നാളെ ദോഷം വരുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഏതൊരു കാര്യവും ഇഷ്ടപ്പെടുവാനും സ്വന്തമാക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ കാമം എന്ന് പറയാൻ താല്പര്യമാണ്. അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. നമ്മളെക്കുറിച്ച് നമ്മളൊരു ചിന്ത വേണം. നമുക്ക് എന്താണ് നമ്മുടെ അവസ്ഥ, സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ടുള്ള അവസ്ഥ എന്താണ്, ഇതിനനുസരിച്ച് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഒന്നിനെ ആഗ്രഹിക്കാൻ എന്നർത്ഥം. രണ്ടാമതാണ് ദേഷ്യം എന്ന് പറയുന്ന ക്രോധം. ഈ ക്രോധത്തിനെ നമ്മൾ അതിജീവിക്കണം. ഈ ക്രോധത്തിനെ അതിജീവിക്കുക വെച്ചാൽ നമ്മൾക്കറിയാം, എല്ലാം തകരുന്നത് ഒരു നിശ്ചിത സമയത്തുള്ള ക്രോധമാണ്. വളരെ സന്തോഷപൂർണ്ണമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ആർക്കെങ്കിലും പെട്ടെന്നൊരു ദേഷ്യം വന്ന് ആ ദേഷ്യത്തിൻ്റെ പേരിലാണ് ഒരു കുപ്പി പൊട്ടിച്ച് ഒരുത്തൻ്റെ വയറ്റിലേക്ക് കുത്തിക്കയറ്റുന്നത്, അല്ലെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് അല്ലെങ്കിൽ ഒലക്കിയെടുത്തിട്ട് ആരെങ്കിലും തലക്കടിക്കുന്നു, അവിടെ തീർന്നുപോയി. ആ ദേഷ്യത്തിൻ്റെ പുറത്താണ് ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്നേണ്ടി വരും, അല്ലെങ്കിൽ ജയിലിൽ കിടക്കണം. നമുക്ക് നമ്മളെ നിയന്ത്രിക്കണം എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഈ പറയുന്ന ക്രോധത്തിനെ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് ക്ഷമ വേണം. അപ്പോൾ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കും വേണം, അതോടൊപ്പം നമുക്ക് ക്ഷമയും വേണം. വളരെയേറെ ക്ഷമയോടുകൂടി മാത്രമേ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലെങ്കിലും നമ്മൾ നാശത്തിലേക്ക് പോകും എന്നർത്ഥം. മൂന്നാമത്തതാണ് ലോഭം എന്ന് പറയുന്നത്. അത് വെച്ചാൽ അത്യാഗ്രഹമാണ്. എനിക്ക് മാത്രമേ എല്ലാം ഉണ്ടാകാൻ പാടുള്ളൂ, എല്ലാം ഇനിയും വേണം എന്നുള്ള ചിന്തയോടുകൂടി പലതും നമ്മൾ ശേഖരിക്കും. നമുക്കുള്ളത് ഒന്നുപോലും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യില്ല, പിശുക്കിയിട്ട് അവിടെ വെക്കും. ഒരാൾക്കൊരു സഹായം ചെയ്യില്ല. എന്താണ്? നാളെ നമുക്കൊരു ദുഃഖമോ ദുരിതമോ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇതേപോലെ ആയിരിക്കും നമ്മളോട് പെരുമാറുക. അപ്പോൾ ഉള്ളതിനനുസരിച്ച് ഓരോ ആൾക്കാർക്കും കൊടുക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ടാവണം. മറ്റുള്ളവരുടെ സമ്പത്ത് കണ്ടിട്ടോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കണ്ടിട്ടോ അതുപോലെ നമുക്ക് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടാവരുത്. അവരെക്കാളും കൂടുതൽ എനിക്കുണ്ടാവണമെന്നും ചിന്തിക്കാനേ പാടില്ല. എല്ലാവർക്കും ശാന്തി ഉണ്ടാവണം, എല്ലാവർക്കും സമാധാനം ഉണ്ടാകണം. അതല്ലാതെ ഞാനും ഒരു സ്വർണ്ണപ്പണിക്കാരനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അല്ലാതെ വേറെ ഒന്നും ഭൂമിയിൽ ഉണ്ടാവരുതെന്നുള്ള ചിന്ത, ഇതാണ് ലോഭം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കുള്ളതുപോലെ എല്ലാവർക്കും ഉണ്ടാവണം, എല്ലാവർക്കും ശാന്തി ഉണ്ടാവണം, എല്ലാവർക്കും സമാധാനം ഉണ്ടാകണം എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുകയാണെങ്കിലും നമ്മുടെ ജീവിതം ധന്യമാക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുക.
ഇതോടൊപ്പം തന്നെയാണ് മോഹം. നാലാമത്തെ ഒരു കടമ്പയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തോട് ചേർന്ന് നിൽക്കും, അതിനോടുള്ള അതിയായ താല്പര്യം, അമിതമായിട്ടുള്ള താല്പര്യമാണ് അതിനോട് ചേർന്ന് നിൽക്കുന്നത്. മോഹം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതിനെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്, അത് ചിലപ്പോൾ നമ്മുടെ നാശത്തിലേക്ക് പോകും. ഒരു പുരുഷനാണ് ഒരു സ്ത്രീയോട് ചേർന്ന് കിടക്കുകയാണ്, മറ്റുള്ള എല്ലാം ഉപേക്ഷിച്ച് അതിനോട് ചേർന്ന് കിടക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവരുടെ നാശമാവും. ഒരു കുടുംബസ്ഥനാണെന്നിരിക്കട്ടെ, ആ കുടുംബസ്ഥൻ അവൻ പണത്തിനോട് ചേർന്ന് കിടക്കുക, പണം 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 എന്നുള്ള ചിന്തയോട് ചേർന്ന് കിടക്കുകയാണെങ്കിൽ അവൻ്റെ ഭാര്യയെയും അവൻ്റെ മക്കളെയും അവൻ്റെ കുടുംബത്തെയും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ നാശമാണ് അവിടെ ഉണ്ടാവുക. ജോലി മാത്രം എന്ന് ചിന്തിച്ച് ജോലിക്ക് പുറകെ മാത്രം പോയി ഏത് സമയം ജോലി 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 എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്, അവൻ്റെയും ജീവിതം നാശത്തിലേക്കാണ്. ഇനി കുടുംബം എന്ന് മാത്രം ചിന്തിച്ച് മറ്റുള്ളവരെല്ലാം നമ്മൾ അവഗണിച്ചു, സമൂഹത്തിനെയും സമാജത്തിനെയും എല്ലാം നമ്മൾ അവഗണിച്ചു, അവരെയൊന്നും നമ്മൾ മൈനയിൽ ഞാനും എൻ്റെ കുടുംബവും മാത്രം എന്ന് ചിന്തിച്ചാലോ ഇതും നമ്മുടെ നാശമാണ്. അപ്പോൾ ഒന്നിനോട് പോലും നമ്മൾ അമിതമായി താല്പര്യം കാണിച്ച് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ വേണ്ടി താല്പര്യപ്പെടരുത്. അങ്ങനെ സംഭവിച്ചാലും നമ്മുടെ ജീവിതം നാശത്തിലേക്ക് പോകും. പിന്നെയുള്ളതോ മതമാണ്. മതം എന്ന് പറഞ്ഞ ലഹരിയാണ്, ഭ്രാന്താണ്. അമിതമായിട്ടുള്ള ഈ ലഹരി, കാരണം ഞാനെന്ന ഭാവത്തിലുണ്ടാകുന്നതാണ് ഈ ലഹരി. അതുപോലെ ഭ്രാന്ത്, അത് പല ആൾക്കാരും ലഹരി ഉപയോഗിച്ചും കൊണ്ടും അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ലഹരിയിലേക്ക് അവർ പോകുന്നത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ ഈ ഭ്രാന്തിനെയും നമ്മൾ തളയ്ക്കണം, ഇതിനെയും നമ്മൾ നിയന്ത്രിക്കണം. ഏറ്റവും അവസാനമാണ് മാത്സര്യം എന്ന് പറയുന്ന അസൂയ. അവർക്കത് കിട്ടി, ഇവർക്കത് കിട്ടി. കലോത്സവത്തിന് തൻ്റെ മക്കൾ മത്സരിക്കുമ്പോൾ മറ്റേ കുട്ടിക്ക് അതിനേക്കാളും പോയിന്റ് കിട്ടി, അതുകൊണ്ട് എന്ത് ചെയ്തു? ആ കുട്ടിയുടെ ഭാവി നശിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ പലതും പ്രവർത്തിക്കും. കുട്ടികൾ തമ്മിൽ മത്സരത്തിൻ്റെ ഈർഷ്യ ഉണ്ടാക്കുന്നു, അവർ തമ്മിൽ ശത്രുക്കളാകുന്നു. അസൂയ എന്ന് പറയുന്നത് ശത്രുവാണ്, ശത്രുക്കളെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരോടും സഹജീവികളോടും മറ്റും എല്ലാ സമൂഹത്തിലെ എല്ലാത്തിനോടും അസൂയ തോന്നുന്നത് നമ്മുടെ ശത്രുവാണ്, അത് നമ്മുടെ നാശത്തിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഈ സിംഹത്തിൻ്റെ പുറത്തുള്ള പരാശക്തിയെ ഭാവത്തിലുള്ള ദേവിയുടെ മടിയിൽ ആറുമുഖനായിട്ടുള്ള സ്കന്ദൻ വളരെ ശാന്തമായിട്ടിരിക്കുന്നു ആ അമ്മയ്ക്ക് മുന്നിൽ. ആ അമ്മയ്ക്ക് മുന്നിൽ മകൻ ശാന്തമായിരിക്കുന്നത് പോലെ ഈ വ്യക്തികൾ, നമ്മൾ ഈ വ്രതമനുഷ്ഠിക്കുന്ന നവരാത്രി വ്രതമനുഷ്ഠിക്കുന്ന ഏതൊരു വ്യക്തിയും ചിന്തിക്കേണ്ടത് ഈ പറയുന്ന വികാരങ്ങളെ, ഒരു അമ്മയ്ക്ക് മുന്നിൽ മകൻ എങ്ങനെയാണോ ശാന്തമായിരിക്കുന്നത്, ഒരു കുട്ടി എങ്ങനെയാണോ ശാന്തമായി മടിയിലിരിക്കുന്നത്, ആ തരത്തിൽ എല്ലാത്തിനെയും തൻ്റെ വരുതിയിലാക്കാൻ കഴിയണം. ഷഡാധാരങ്ങളെയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ 6 ദോഷങ്ങളെയും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ നമുക്കൊരിക്കലും നാശമുണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതല്ല എങ്കിൽ നമ്മുടെ ആത്മാവ് നാശത്തിലേക്കാണ് പോവുക, നരകത്തിലേക്കാണ് പോവുക, നിത്യനരകത്തിലേക്ക്. ആ നിത്യനരകത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നവരാത്രി നാളിൽ ഇത്തരം ഒരു ശ്രേഷ്ഠമായ ഒരു ചിന്തയോടുകൂടി ഈ 5-ാമത്തെ ദിവസം ഇത്തരത്തിൽ ചിന്തിച്ചിട്ട് ആ ഭഗവതിയെ പൂജിച്ച് ആ ഭഗവതിയെ സ്മരിച്ചും കൊണ്ട് ആ ഭഗവതിക്ക് പൂജ ചെയ്ത് ആ ഭഗവതിക്ക് വേണ്ടി നമ്മൾ ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ദേവിയുടെ പ്രീതിക്കായി നമ്മൾക്ക് ജപിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രം ഏതാണെന്ന് ചോദിച്ചാൽ സിംഹാസനഗതാ നിത്യം പത്മാശ്രിതകരദ്വയാ ശുഭദാസ്തു സദാ ദേവി സ്കന്ദമാതാ യശസ്വിനി. ഈ മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇത് നിത്യവും നമ്മൾ ജപിക്കുക. നമ്മുടെ ചിന്തകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരിക്കണം. ആ ഭഗവതി ആരാണ്? നമ്മളാണ്. ആ ഭഗവതിയുടെ മടിയിലുള്ള ആറുമുഖനായ സ്കന്ദൻ എന്താണ്? നമ്മുടെ ഈ ചിന്തകളാണ്. അപ്പോൾ ആ സ്കന്ദൻ അവിടെ ശാന്തമായിരിക്കുന്നത് പോലെ ഇതിനെ നമ്മൾ ശാന്തമാക്കാൻ കഴിയണം. അപ്പോൾ നമ്മളാണ് ഈ ദേവി. 5-ാം ദിവസത്തിലുള്ള ആ പരാശക്തി ഭാവം സ്കന്ദമാത എന്ന് പറയുന്നത് നമ്മളാണ്. അപ്പോൾ ആ സ്കന്ദമാതാവിനെ പോലെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിലുള്ള കഠിനമായ പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോകണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാക്കും. അതാകട്ടെ ഈ നവരാത്രിയുടെ 5-ാം നാളിലുള്ള നമ്മുടെ പ്രയത്നം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.